ഏട്ടാ ഏട്ടാ അത് പിന്നെ ഞാൻ ഇപ്പോ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ ബോറടിക്കുവന്നേ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നോട്ടെ. യുനോ സർലാൻഡി എന്നെ കണ്ടില്ലെങ്കിൽ ആകെ വിഷമിക്കും. എന്നോട് വലിയ കാര്യം ആന്റിക്ക്. ഞാനെന്ന് പറഞ്ഞ പാവം മുത്തശ്ശി ആന്റി മരിക്കും. പിന്നെ മോമും ഡാഡും ഒക്കെ ഇവിടെ തന്നെ അല്ലേ. അതുകൊണ്ട് ഞാനും കൂടി ഇവിടെ നിന്നോട്ടെ. നിന്നോ? ഓക്കെ, അതാ നല്ലത്. പ്രീതി എവിടെയാ? അയാളെ മോള് റെഡിയാവുമായിരിക്കും. പ്രീതിയോട് എന്തായാലും പറഞ്ഞേ പറ്റൂ ഞാൻ പൃഥ്വിയുടെ ശരിക്കുള്ള മുഖം കണ്ടെന്ന്. എടാ നിനക്ക് എന്താ പറ്റിയ? നീ പിന്നെ എവിടെ പോയേ? അത് ഏട്ടാ അവിടെ നോക്കിയേ. ഷീ സോ ഹോട്ട്. കിരൺ, ശരി, അതൊക്കെ പോട്ടെ. ഏട്ടൻ അവിടെ ഇരിക്കും. ഞാൻ ഇതാ വരുന്നു. ചെന്നിരിക്കെ, ഇതാ വരുന്നു. ഏയ് നിക്ക്. പ്രീതി റെഡിയൊന്ന് മുറിയതാ. സർ അവിടെയാ. താങ്ക് യു. ബൈ. വന്നോളൂ. ഹായ്, എനിക്ക് അകത്തേക്ക് വരാമോ? അതിനെന്താ, വന്നോളൂ. ഒരു കാര്യം പറയട്ടെ. പറയൂ. ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. നിന്റെ ഈ ഷോള് അത്ര ശരിയായിട്ടല്ല ഇരിക്കുന്നത്. ഞാനത് ശരിയാക്കി തരട്ടെ? വേണ്ട, ഞാൻ ശരിയാക്കിക്കോളാം. എനിക്ക് തോന്നുന്നു നിനക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലെന്ന്. അതോ നീ വിചാരിക്കുന്നത് ഞാൻ ഈ സിറ്റുവേഷൻ മുതലെടുക്കാൻ ശ്രമിക്കുകയാണെന്നാണോ? അയ്യോ അല്ലല്ല, ഒരിക്കലും അല്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്നാ അവിടെ ഇരിക്കും. ഇനി ഞാൻ ചെയ്തോളാം. താങ്ക്സ്. എനിക്ക് എന്താ ഈ പറ്റിയത്? ഞാൻ എന്തിനെങ്ങനെ ഫീൽ ആവുന്നേ? ദേഷ്യവും ജലസ്യവും ഒക്കെ. ഇവരെ ഒരുമിച്ച് കാണാൻ എനിക്ക് എന്തുകൊണ്ടാ കഴിയാത്തെ? Now you looking perfect. Thank you. കിരൺ, നീ ഇവിടെ? അകത്തേക്ക് വാ. അവസാനം നീ എന്റെ നിശ്ചയത്തിന് വന്നല്ലോ. അല്ല, നിശ്ചയത്തിന് തന്നെ വന്നതാണോ അതോ പുറത്തൂടെ പോയപ്പോ എന്നോട് ബായ് പറയാന്ന് വെച്ച് കയറിയതാണോ? ഞാൻ ശരിക്കും ഇങ്ങോട്ട് തന്നെ വന്നേ. ദാറ്റ്സ് ഗ്രേറ്റ്. അല്ല, നിനക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ലേ പൂനെയില്? അതെന്തായി? അതൊന്നും ആയില്ല. നിന്റെ നിശ്ചയം അറ്റൻഡ് ചെയ്തിട്ട് പോവാന്ന് കരുതി. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് നന്നായിട്ട് കാണുകയും ചെയ്യാമല്ലോ. എന്റെ കോച്ചിങ്ങിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയി കാര്യം. ഐ മീൻ, കോച്ചിങ് ഒക്കെ എപ്പോഴും ഉണ്ടാവും. എന്നാൽ പൃഥ്വി ഇതുപോലെ നന്നായിട്ട് മനസ്സിലാക്കാൻ ഇനിയൊരു അവസരം കിട്ടിയെന്ന് വരില്ല. Am I right? ആക്ച്വലി എന്റെ ലൈഫിൽ അങ്ങനെ അറിയാൻ മാത്രം ഒന്നും തന്നെ ഇല്ല. എനിക്കങ്ങനെ തോന്നേയില്ല. നിന്നിൽ അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിന്റെ ലൈഫിൽ നീ ലോകത്തോട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ? അല്ലേ പൃഥ്വി? നീ എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ ക്രിക്കറ്റ് മാച്ച് പോലെ തന്നെ നിന്റെ വർത്തമാനം എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ രണ്ടുപേരും മറന്നുപോയോ? ഞാനും ഈ മുറിയിലുള്ളതാ. എന്നോടും കൂടി സംസാരിച്ചൂടെ? മാത്രമല്ല, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ പൃഥ്വിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്, അല്ലേ പൃഥ്വി? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതെനിക്കും കൂടി പറഞ്ഞു തന്നൂടെ? എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരു മാച്ച് നടക്കുന്നുണ്ട്. നടക്കുന്നേ. ഇനി നോക്കാം ആരാ ആദ്യം ക്യാച്ച് ഔട്ട് ആവുന്നേന്ന്. അല്ല, എന്റെ മോളെ കാണാൻ ഇപ്പൊ എന്തൊരു ഭംഗിയാ. കിരൺ വന്നോ? മോൻ വന്നത് എന്തായാലും നന്നായി. സത്യമായിട്ടും നീ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഈ ദിവസം ഞങ്ങൾ വളരെ മിസ് ചെയ്തേനെ. ഞങ്ങൾ എല്ലാരും മിസ് ചെയ്തേനെ. എനിക്ക് എങ്ങനെയാ ആന്റി വരാതിരിക്കാൻ പറ്റുന്നേ? വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സായി പോയേനെ. ഇവൻ എന്താ ഈ പറയാൻ ആഗ്രഹിക്കുന്നത്? ഇങ്ങനെ വളച്ചു കെട്ടി പറയുന്നത് എന്തിനാ? മോനെ പൃഥ്വി, ഞാൻ നിന്നെ തിരഞ്ഞു വന്നതാ. താഴെ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാ മോനെ. നമ്മളോട് വളരെ സ്നേഹമുള്ളവരാ. അവരെല്ലാം മോനെ കാണാൻ കാത്തിരിക്കുക. മോനൊന്നും വായ കൂടെ. എന്നാ പോവാം. വാ മോനെ. കിരൺ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? എന്റെ ഭാര്യാവൻ പോകുന്നയാൾക്ക് അല്പം വിശ്രമിക്കാൻ സമയം കൊടുക്ക. നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ കൂടെ താഴേക്ക് വാ.
അല്ലേ ആന്റി? അല്ല അത് ഞാൻ മോനെ പൃഥ്വി പറഞ്ഞ ശരിയാ. നീയും ഞങ്ങളുടെ കൂടെ വാ. കൂടെ വാ. എന്നിട്ട് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നിനക്ക് തിരിച്ചു വരാം. വാ വാ വാ. ഇവൻ എന്നെ മനപ്പുറം ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുക. ഞാൻ പ്രീതിയുമായിട്ട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി. വാ മോനെ. കിരൺ ഡെഫിനറ്റ്ലി എന്തോ പറയാൻ വന്നതാ. പക്ഷെ അതെന്താ? അമ്മാവാ, വേണ്ട ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. അതെ നോക്കൂ, പുറത്ത് പ്ലേറ്റ് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് പുറത്ത് പോയി എടുക്കോ. അമ്മാവൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അമ്മാവൻ അവിടെ തന്നെ നിക്കാന്ന് പറഞ്ഞു. ഒന്ന് പോയി എടുത്തിട്ട് വാ. താങ്ക് യു. ഏയ് ബുത്തൂസേ, എങ്ങനെ പോകുന്നു? എല്ലാം ശരിയായിട്ട് നടക്കുന്നില്ലേ? യു നോ വാട്ട്, ഞാൻ നിന്റെ ആരും തന്നെ അല്ല. സോ പ്ലീസ്, ഈ ഫോർമാലിറ്റിയുടെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. ആരും അല്ല എന്ന് വെച്ചാ ഐ നോ യു ഡോണ്ട് കെയർ. നീ കെയർ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നോട് ഓരോന്ന് ചോദിക്കുന്നത്? ആസ് ഇഫ് യു കെയർ. മനസ്സിലായോ പറഞ്ഞതൊക്കെ? അറിയില്ല, ദൈവം നിന്റെ തലയിൽ ബുദ്ധിക്ക് പകരം കളിമണ്ണാണോ വച്ചതെന്ന. ബ്രഡോ, എനിക്കിന്ന് തല്ലുകൂടാനുള്ള ഒരു മൂടുമില്ല. ഇന്ന് പ്രീതിയുടെ നിശ്ചയമാണ്. നോക്കൂ, അവരെത്ര സ്വീറ്റ്, നല്ല ഒരു ഫാമിലി ടൈപ്പ് പെൺകുട്ടിയാണ്. അവരുടെ നിശ്ചയത്തിന് ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യണ്ടേ? ദാറ്റ്സ് ഇറ്റ്. സോറി, നിനക്ക് ചേർന്നത് പോലെ കിച്ചണിൽ ഒരു ജോലിയും ഇല്ല. യു കെൻ ഗോ. ഷുവർ? യാ ഫൈൻ. വേണ്ടെങ്കിൽ വേണ്ട. അതെ, ഒരു മിനിറ്റ്. എന്താണ് കാര്യം? പറയൂ ബുദ്ധൂസേ. ഒന്നിങ്ങ് വന്നേ. പറയൂ. ആക്ച്വലി കിച്ചണിൽ വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ജോലിയുണ്ട്, നിനക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന. അതെന്താ? ഇങ്ങ് വന്നേ. വന്നു. ഇനി പറയാം എന്താന്ന്. നീ പൂരി ഉണ്ടാക്കാൻ ആട്ടമാവ് കുഴയ്ക്കോ? ആട്ട? ദേ ഇത്. ഷുവർ. എന്നാ ശരി, സ്റ്റാർട്ട് ചെയ്തു. അല്ല, ഒരു മിനിറ്റ്. ആദ്യം വെള്ളം ഉണ്ടാക്ക്. ഒരു ചെറിയ കിണറ്, അതിലേക്ക് വെള്ളം ഒഴിക്കണം. കുഴി? ഇങ്ങനെ കൈകൊണ്ട്. വെരി ഗുഡ്. ഇനി ഇതിനകത്ത് വെള്ളം ഒഴിക്കും. മതി. എത്ര വെള്ളം ഒഴിക്കുന്നേ? ഇനി ഇതിനെ നന്നായിട്ട് കൈകൊണ്ട് കുഴക്കണം. ഇങ്ങനെ ചെയ്ത്. ഇങ്ങനെയാ? അത് ശരി. ഇത് കൊള്ളാലോ. ഒന്നും ചോദിക്കാതെ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഒരു തവണ ശരിയല്ലാത്ത പയ്യനാണ് വരുന്നതെങ്കിൽ ജീവിതം മുഴുവൻ പോയെന്ന് കരുതിക്കും. പക്ഷെ ചെറുക്കൻ നല്ലവനാണോ അല്ലേന്ന് എങ്ങനെ മനസ്സിലാവും മുത്തശ്ശി? അതെനിക്കറിയില്ല. പക്ഷെ നിന്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയും. നീ പറയുന്നതൊക്കെ കേൾക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന ഒരു ചെറുക്കനെയാണ് നിനക്ക് വേണ്ടത്. മതിയാക്ക് സൃഷ്ടി. ഇനി ഒരുപാടൊന്നും ആലോചിക്കണ്ട ഇവനെ കുറിച്ച്, അല്ലെങ്കിൽ വട്ടായി പോവും. ചെല്ല, എന്തെങ്കിലും ജോലിയിൽ ബിസി ആയിട്ടിരിക്കെ. എന്താ ചെയ്യുന്നേ? സോറി, ഞാൻ നീ വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ചതാ. അറിയാതെ പറ്റിയതാ. സോറി. നിനക്ക് വേണ്ടത് നീ വീണാൽ നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരാളിനെയാണ്. നിനക്കൊന്നും വരാതെ നോക്കുന്നൊരാൾ. എന്തെങ്കിലും പറ്റിയാൽ നിന്റെ വേദനയെ സ്വന്തം വേദനയായി കാണുന്ന ഒരാള്. അയ്യോ, ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ ശരിക്കും വീണു പോകും. അല്ല, എന്താ സൃഷ്ടി? എന്തു പറ്റി? ഇവൾക്കിത് എത്ര പെട്ടെന്ന് എന്തു പറ്റി? അതിന് മാത്രം ഞാനിപ്പോ എന്താ ചെയ്തത്? ഇത്ര ദേഷ്യപ്പെട്ടു പോവാൻ മാത്രം. എന്ത് ചെയ്യാനാ? വിട്ടേക്ക് സമർ മോനെ, നീ ഇവിടെ ശ്രദ്ധിക്ക. ഇത് ശരിക്ക് ചെയ്യാ. അമ്മേ, നിങ്ങൾക്കറിയോ എന്റെ ഹോസ്റ്റലിലെ ഒരു സീനിയർ സ്റ്റുഡന്റ് ഉണ്ട്.
ഐ മീൻ എക്സാക്ട്ലി പ്രീതിയെ പോലെ തന്നെ കാണാൻ. എന്തൊരു ക്യൂട്ട് ആണെന്നോ. അത് ശരി, അവളെ കൂടെ വിളിക്കായിരുന്നില്ലേ മോളെ? അയ്യോ, ഇതൊക്കെ ആദ്യം പറയണതല്ലേ. രാധ, അതാരാ? മൈ ഗോഡ്, ഹീസ് സോ ഹോട്ട്. ഒന്നും മിണ്ടാതിരിക്കെ. ഹലോ, ഓരോന്ന് പറയുന്നതിന് മുമ്പ് ഇവിടെ നിന്റെ അച്ഛനുണ്ടെന്ന് ഓർമ്മയിലുണ്ടായിക്കോട്ടെ. പിന്നെ അവനേക്കാളും ഹോട്ട് ഞാനല്ലേ? മോനെ, ഇത് നമ്പ്യാർ ഫാമിലി. ഇതാണ് പൃഥ്വി, ഞങ്ങളുടെ മരുമകനാൻ പോകുന്നയാളാ. ഓ നമസ്കാരം. ആര്? കിരൺ നമ്പ്യാരാണോ നിങ്ങളുടെ മരുമകനാകാൻ പോകുന്നത്? അല്ലല്ല, നിങ്ങൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡ് ആയതാണ്. ആ ഭാഗ്യം ചെയ്തവൻ ഞാനാണ്, പൃഥ്വി. കിരൺ, നിങ്ങളുടെ ഒരു ഓട്ടോഗ്രാഫ് തരുമോ പ്ലീസ്? ഓഫ് കോഴ്സ്. ഒരു പെൻ കിട്ടിയിരുന്നെങ്കിൽ. ഇറ്റ്സ് ഓക്കെ, അത് ഞാൻ ഏറ്റു. വാ. എന്തോ ഒരു കുറവുണ്ടല്ലോ നിങ്ങൾക്ക്. കവിത, ഐ മീൻ മോം, ഹീസ് ഗുഡ് ലുക്കിംഗ്, പെർഫെക്റ്റ് ആണ്. പക്ഷേ പിന്നെ എന്തോ ഒരു. താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ് ആന്റി. പിന്നെ കുറവിനെ പറ്റി പറയുകയാണെങ്കിൽ, എന്ത് കുറവാണെങ്കിലും അത് പ്രീത എന്റെ ജീവിതത്തിലേക്ക് വന്നതോടെ തീർന്നു. നിങ്ങൾക്കറിയോ, പ്രീത ഈ ബന്ധത്തിന് സമ്മതം മൂളിയതോടെ എന്റെ ബിസിനസ് പോലും ഉയർന്നു. അതുമാത്രമല്ല, എന്റെ പാരന്റ്സ് വളരെ ഹാപ്പിയാണ് പ്രീതയെ പോലെ ഒരു മരുമകളെ കിട്ടുന്നതിൽ. പിന്നെ സരള ആന്റിയുടെ കുടുംബം, എത്ര സ്നേഹമുള്ള കുടുംബമാണ് ഇനി കിട്ടാൻ പോകുന്നത്. എല്ലാത്തിലും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐ ബെറ്റ് യു, യു ഓൾ. അതെയോ? നിങ്ങളെല്ലാരും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓ, ഞങ്ങൾക്കും. എന്റെ ദൈവമേ, ആരുടെ കണ്ണു തട്ടല്ലേ ഇവന്. മിസ്സസ് സരള, ഒരു കാര്യം പറയാതെ വയ്യ. രണ്ടു മക്കളിലും ഏറ്റവും നല്ലത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം, പ്രീത ഭയങ്കര ലക്കിയാണ് പൃഥ്വിയെ പോലെ ഒരു പയ്യനെ കിട്ടിയതില്. അതുപോലെ പൃഥ്വിയും വളരെ ലക്കിയാണ് പ്രീതയെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയതില്. എന്തു തന്നെ ആയാലും രണ്ടാളും നല്ല ഭാഗ്യമുള്ളവരാ. പിന്നെ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാല്, ദൈവം നേരിട്ട് വന്ന് ഈ ബന്ധം ഒരുമിപ്പിച്ച് നടന്നു തോന്നും. അങ്ങനെയല്ലേ? വളരെ ശരിയാ നിങ്ങൾ പറഞ്ഞത്. പക്ഷെ ഞാൻ എന്റെ മരുമകനെ കുറച്ചു നേരത്തിന് ഇവിടുന്ന് കൊണ്ടുപോവാ. വേറെ അതിഥികളെ കാണിക്കാനുണ്ട്. ഞങ്ങൾ ഇപ്പൊ വരാം. അമ്മനെ എക്സ്ക്യൂസ് മീ. അതെ, പെണ്ണില്ലെങ്കിൽ എന്താ, സെൽഫി എടുക്കാലോ. ഓഫ് കോഴ്സ്. ഇവനുണ്ടല്ലോ, പെൺപിള്ളേരെ കാണാത്തതുപോലെയാ ചില നേരം. ഫ്ലോട്ടിംഗ് നമ്പർ 1. Girls, I will be back. Okay. One more. Okay. Thank you. ഓ ഗോഡ്, എന്തൊരു കഷ്ടം ഇത്. ഈ പെണ്ണിത് എങ്ങോട്ടാ പോയത് മനസ്സിലാവുന്നേ ഇല്ല. ഇത്ര ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വന്നിട്ട് പറയാൻ കഴിയുന്നുമില്ല. എന്താ ചെയ്യാ? എങ്ങനെയും പറഞ്ഞേ പറ്റൂ എനിക്ക്. ആ പൃഥ്വി ശരിയല്ലെന്ന്, ഡബിൾ പേഴ്സണാലിറ്റി ആണെന്ന്. ഡബിൾ പേഴ്സണാലിറ്റി, അത് മറച്ചു വെക്കാൻ കഴിയില്ല എനിക്ക്. യു നോ വാട്ട്, കുറച്ചു നേരം മുമ്പ് വരെ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. പ്രീതയുടെ കല്യാണമാണല്ലോ, ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് കരുതി. പക്ഷെ ഇപ്പോൾ ഐ കാൻ't ബിലീവ് മൈസെൽഫ്. എനിക്ക് ആ പെണ്ണിനോട് ജലസി തോന്നുക. ജലസി?